നല്ല ഉമ്മച്ചി സ്പെഷ്യൽ വറുത്തരച്ച് നല്ല പച്ചസ്രാവ് കറി. അപ്പം എങ്ങനെ നോക്കണ്ടേ? വായോ. അതിനായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങരിക്കതും കുറച്ച് വലിയ ജീരകവും കുറച്ച് വേപ്പിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നല്ല രീതിയിലൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഇളക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അതും അവിടെ മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറുള്ളി കുറച്ച് വെള്ളുള്ളി ഇട്ടിട്ട് അതാ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി മുറിച്ചിട്ട് അതും അരച്ചെടുക്കുക. എന്നിട്ട് അതും അവിടെ മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലെടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും കുറച്ച് വേപ്പിലയും പിന്നെ നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഫസ്റ്റ് അരച്ച് കുറച്ച് സാധനം ഇട്ടെടുക്കാം. എന്നിട്ട് രണ്ടാമത് അരച്ചതും അതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കുറുക്കത്തിനനുസരിച്ച് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പച്ചസ്രാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ ഉമ്മച്ചി സ്പെഷ്യൽ തേങ്ങ അരച്ച നല്ല പച്ചസ്രാവ്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.